ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. 2024 മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉഷ്ണമുള്ള വർഷമെന്ന് കണക്കാക്കപ്പെടുന്നത്. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് വ്യാവസായിക പൂർവ്വകാലത്തേക്കാൾ 1.55 ഡിഗ്രി സെൽഷ്യസ് ആണത്രേ ഈ ഉഷ്ണം ഉയർന്നത്. പാരീസ് ഉടമ്പടി അനുസരിച്ച് നിർണയിച്ചത് 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന സുരക്ഷിതമായ മേഖല എന്ന് പറയപ്പെടുന്ന കാര്യം പോലും ആദ്യമായി മറികടന്നിരിക്കുന്നു. ഇത് ഓസോൺ പാളികൾക്ക് ഓട്ട വീഴ്ത്തുന്നത്, കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത്, ലോകത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകുന്നത് കേവലമായ ഒരു സാങ്കേതിക പ്രശ്നം മാത്രമല്ല, അതൊരു വലിയ മനുഷ്യന്റെ ആത്മീയ പ്രതിസന്ധിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന സ്വഭാവം അവൻ മറന്നുപോകുന്നു. രണ്ടാമത്തേത്, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ എന്നുള്ള നിലക്ക് ഭൂമിയുടെ പരിപാലനം തന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ആ അമാനത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിൽ അവൻ വീഴ്ച വരുത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട്. ജീവജാലങ്ങളും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമൊക്കെയും ഒരുമിച്ച് മനുഷ്യനും ഒരു താളത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നത്. ആ താളത്തെ, ആ സന്തുലന പ്രക്രിയയെ തന്നെ തകിടം മറിക്കുന്ന, ആ മീസാനെ തകിടം മറിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അടയാളമായിട്ടാണ് പ്രകൃതിയുടെ താളപ്പിഴവുകളെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതൊരു വലിയ ആത്മീയ വിഷയമായി തന്നെ നാം കാണേണ്ടതുണ്ട്. കാരണം മനുഷ്യൻ കേവലമായ ഒരു ജന്തു മാത്രമല്ലല്ലോ, വാനരന്മാരുടെയും ഷഡ്പദങ്ങളുടെയും കേവല പിന്മുറക്കാരൻ മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ആ ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന പദത്തിന് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം ഖലീഫ എന്നാണ്. ഖലീഫത്തുല്ലാഹ്, ദൈവപ്രതിനിധി. മഹാന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇമാം ഖുർത്തുബിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത് ഖലീഫ എന്നാൽ പകരക്കാരൻ എന്നാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കാനുള്ള പ്രതിനിധിയാണ്. അത് ഒരവകാശമല്ല, ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. ഇവിടെയാണ് വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം. മനുഷ്യന്റെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ മുഴുവൻ, കമ്മ്യൂണിസവും മുതലാളിത്തവും എപ്പിക്യൂറലിസവും ലിബറലിസവും മെഗലിസവും സോഷ്യലിസവും എല്ലാം മനുഷ്യനാണ് ഭൂമിയുടെ ഉടമ, ആകാശങ്ങളുടെ ഉടമ, പ്രപഞ്ചത്തിന്റെ ഉടമ എന്ന് പഠിപ്പിക്കുന്നത്. ഇസ്ലാം മനുഷ്യനെ പ്രപഞ്ചത്തിന്റെ ഉടമയായിട്ടല്ല, ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരാളായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് ഭരമേൽപ്പിക്കപ്പെട്ട പ്രപഞ്ച സംവിധാനങ്ങളെ മുഴുവൻ പരിപാലിച്ച് കൊണ്ടു നടത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടുന്നവൻ എന്ന കാഴ്ചപ്പാടാണുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ പഠിപ്പിച്ചു, ഒരു തരത്തിലുള്ള നാശങ്ങൾക്കും നിങ്ങൾ ഹേതുകമാകരുത്. മനുഷ്യപ്രവർത്തനങ്ങൾ ഒരിക്കലും നാശപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കരുത്, ഫസാദ് ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ അതിനെ പറയുന്നത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് അയ്ദിൻ നാസ്. മനുഷ്യന്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി കരയിലും കടലിലും ആകാശത്തും നാശം വിതക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് കരയിലെ ഫസാദ് എന്ന് പറഞ്ഞാൽ മഴയുടെ കുറവാകാം, ഈ ഉഷ്ണത്തിന്റെ ധാരാളിത്തമാകാം, വിളവുകളുടെ നാശമാകാം, കായ്ക്കനികളുടെ അപ്രാപ്യതയാകാം. കടലിലെ ഫസാദ് എന്ന് പറയുന്നത് അതിലുള്ള ജീവജാലങ്ങളുടെ നാശവും അതിൻ്റെ അനുഗ്രഹങ്ങളില്ലായ്മയുമാകാം. അതുപോലെ തന്നെ കൂടുതൽ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് 3 തലങ്ങളിൽ ഈ ഫസാദ്, ഈ നാശമുണ്ടാകും എന്നാണ്. ഒന്നാമത്തത് ഭൗതികമായ നാശമാണ്. ഭൗതിക നാശം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാലാവസ്ഥയിലെ മാറ്റം പോലെ, വിളവുകളുടെ കുറവ് പോലെ, വലിയ ചുഴലിക്കാറ്റുകളും പേമാരിയുമൊക്കെ ഉണ്ടാകുന്നത് പോലെ. രണ്ടാമത്തേത് സാമൂഹിക നാശമാണ്. ആ സാമൂഹിക നാശം എന്ന് പറയുന്നത് ആകെ വ്യാപിക്കുന്ന യുദ്ധവും അനീതിയും അപരവൽക്കരണവും തിന്മകളുടെ ഘോഷയാത്രയുമാണ്. എല്ലാ അക്രമകാരികളുടെയും അഴിഞ്ഞാട്ടമാണ്, എല്ലാ അധർമ്മകാരികളുടെയും വിളയാട്ടമാണ്. അതേസമയം ആത്മീയമായ നാശമെന്ന് പറയുന്നത് മനുഷ്യൻ
അവൻ്റെ മൂല്യബോധങ്ങളിൽ നിന്ന് പിന്മാറുകയും അഴിമതിയും വൃത്തികേടുകളും വഞ്ചനകളും സ്വജനപക്ഷപാതവും എല്ലാം ചെയ്യുകയും ചെയ്യുന്ന ഇതിനെയാണ് ഇത്തരത്തിലുള്ള 3 തരത്തിലുള്ള നാശത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. ഇത് 3ഉം പരസ്പര ബന്ധിതമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ അനീതിയും കാലാവസ്ഥാ പ്രതിസന്ധിയും അനീതിയും ഹൃദയകാഠിന്യവും ഒക്കെ ശരിക്കും സംഭവിക്കുന്നത് മനസ്സിന്റെ ഊശ്വരതയിൽ നിന്നുകൊണ്ടാണ്. പ്രപഞ്ചത്തിന്റെ ഊശ്വരതയും ഈ മനസ്സിന്റെ ഊശ്വരതയും ഒരുപോലെ നാം കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് മീസാൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഒരു താളക്രമമുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ താളം എന്ന് പറയുന്നത് ആകാശത്തെ അവൻ ഉയർത്തിയിരിക്കുന്നു, തുലാസ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ തുലാസിൽ ധിക്കാരം കാട്ടാതിരിക്കാൻ നീതിപൂർവം തൂക്കി ശരിയാക്കി വെക്കുക, തുലാസിൽ കമ്മി വരുത്തുകയും ചെയ്യരുത് എന്ന് ടുണീഷ്യയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മുഹമ്മദ് ത്വാഹിർ ഇബ്നു ആഷൂർ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവിക വചനങ്ങളിൽ നിന്ന് മീസാൻ എന്ന് പറയുന്ന പദം 3 തലങ്ങളിൽ വരുന്നുണ്ട്. ഒന്ന് പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ്. രണ്ടാമത്തേത് അന്ത്യനാളിലെ നീതിയുടെ തുലാസാണ്. തെറ്റ് ചെയ്തവനും ശരി ചെയ്തവനും അള്ളാഹു എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാമത്തേത് ദൈനംദിന ജീവിതത്തിലെ തൂക്കത്തിൻ്റെ രീതിയാണ്. ഇവ 3ഉം ഒരേ ആശയത്തിൻ്റെ 3 രൂപങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ ഒരു സന്തുലനം അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തിനപ്പുറമുള്ള തുകയാൻ എന്ന് പറയുന്ന അതിക്രമം മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പക്ഷിലതാദികളുമൊക്കെ ഒരു സമുദായമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ അതിനൊക്കെയും ഒരുമിച്ച് കാണുവാൻ മനുഷ്യന് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തുലിതമായ ഒരു ജീവിതത്തിൻ്റെ താളമുണ്ടാവുക. ആകാശത്ത് പാറിപ്പറക്കുന്ന പക്ഷികളും അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥകളോടും എല്ലാത്തിനോടും സമതുലിതമായ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു മനുഷ്യനായി മാറണം എന്നതാണ്. അതോടൊപ്പം തന്നെ കടിക്കാൻ വരുന്ന പാമ്പിനെ കൊല്ലാം, എന്നാൽ മാളത്തിലിരിക്കുന്ന പാമ്പിനെ കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ. അതുമാത്രമല്ല, മാളത്തിൽ മൂത്രമൊഴിക്കരുത് എന്ന് പറയുന്നു. മാളത്തിലും അധിവസിക്കുന്ന ജീവജാലങ്ങളുണ്ട്. അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു കയറരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷികളെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന മരത്തിലിരിക്കുന്ന പക്ഷികളെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അവയെ നിങ്ങൾ എറിയരുത്, അവയ്ക്കും വേദനിക്കും എന്ന് പഠിപ്പിക്കുന്ന ഒരു വിചാരബോധം മനുഷ്യനുണ്ടാകണം. തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് പക്ഷിക്കുഞ്ഞുങ്ങളും. ഉറുമ്പുകൾ യാത്ര പോകുന്ന സമയത്ത് ആ ഉറുമ്പുകളുടെ യാത്രക്ക് വിഘ്നം വരരുത് എന്ന് കരുതി ആ കാല് പിന്നോട്ട് വെക്കുന്ന മഹത്തായ പൈതൃകത്തിൽ നിന്നാണ് യുവജാലങ്ങളോടും പക്ഷിമൃഗാദികളോടുമൊക്കെയുള്ള സ്നേഹം നമുക്ക് രൂപപ്പെടേണ്ടത്. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുന്ന ജീവിതത്തെക്കുറിച്ചാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇസ്രാഫ് എന്ന് പറയുന്ന അമിതവ്യയവും ഉപഭോഗ സംസ്കാരവും ഒരിക്കലും തന്നെ ഉണ്ടാകരുത് എന്നുകൂടി പഠിപ്പിക്കുകയാണ്. അനാവശ്യമായ ഉപഭോഗവും ഉപയോഗശൂന്യമായ വാങ്ങിക്കൂട്ടലുകളും അങ്ങനെയുള്ള തിന്മകളുടെ ലോകത്ത് ജീവിക്കരുത് എന്നതാണ്. അതിജീവൻ്റെ ഉറവിടമായ വെള്ളത്തിനോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന്, നിങ്ങളുടെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ധാരാളിത്തം കാണിക്കരുത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, അന്ത്യദിനത്തിൻ്റെ സന്ദർഭത്തിലാണ് നിങ്ങൾക്കൊരു വൃക്ഷം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ പോലും ആ വൃക്ഷം നടണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നാളെ ലോകാവസാനമാണ് എന്ന് കാണുമ്പോൾ പോലും നിങ്ങൾക്കൊരു തൈ ലഭിക്കുന്നുവെങ്കിൽ ആ തൈ നടണം എന്ന് പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു തൈ നട്ട് അതിലൂടെ നമ്മുടെ അപ്പൂപ്പന്മാരും മുത്തശ്ശന്മാരും വല്യപ്പന്മാരും നട്ടിട്ടുള്ള ഒരു മരത്തിൽ നിന്ന് ആയിരക്കണക്കായ പക്ഷികൾ കൂട് കൂട്ടുന്നു. അതുമാത്രമല്ല, 10,000-കണക്കിന് മനുഷ്യർക്ക് തണലായി നിൽക്കുന്നു. അതിൽ നിന്നൊരുപാട് ഫലങ്ങൾ പക്ഷികളും മനുഷ്യരും ഒക്കെയും കഴിക്കുന്നു. അങ്ങനെ ധാരാളം നന്മകൾ പ്രസാരണം ചെയ്യുകയാണ് ഒരു ചെടി നടലിലൂടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു തൈ നടുകയോ വിത്ത് വിതക്കുകയോ ചെയ്ത് അതിൽ നിന്നൊരു പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭക്ഷിക്കുകയാണെങ്കിൽ
അവൻ്റെ പേരിൽ അത് ദൈവത്തിൻ്റെ അടുത്ത് ഒരു ജാരിയായ ഒരു സദഖയായി ഒരു വലിയ ദാനമായി സ്വീകരിക്കപ്പെടും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് പരിസ്ഥിതിയോടുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത് അത് ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടായി മാറേണ്ടതാണ്. അത് ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറേണ്ടതാണ്. പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ഡിസേർവ് പ്രദേശമായി സംരക്ഷിത മേഖലയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഹറം പ്രദേശമാണ്. മക്കയിലുള്ള ഹറം പ്രദേശം, മദീനയിലും ഒരു നിശ്ചിതമായ ഹറം പ്രദേശം നിശ്ചയിച്ചിരിക്കുന്നു. സുരക്ഷിത മേഖല, ചെടി മുറിക്കാൻ പാടില്ലാത്ത, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ലാത്ത ഒരു പ്രത്യേകമായ ഭാഗം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംരക്ഷിതമായ മേഖലകൾ ഉണ്ടാകുന്നു എന്നതാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിമാൽ റബദ, ഹിമാൽ ഷരീഫ് തുടങ്ങിയ സംരക്ഷിത മേഖലകൾ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദരിദ്രരുടെ കുതിരകളും ഒട്ടകങ്ങളും മേയാനുള്ള പൊതുഭൂമി ഇമാം മാലിക് രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ സമ്പന്നരുടെ മൃഗങ്ങളെ തടഞ്ഞില്ലെങ്കിൽ ദരിദ്രരുടെ മൃഗങ്ങൾ എന്തു തിന്നും എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സമ്പന്നന്റെ അമിതോപയോഗം ദരിദ്രന്റെ ജീവിതോപാധിയെ ബാധിക്കുന്ന ഘടനയിലേക്ക് വരാൻ പാടില്ല എന്ന വലിയ പാഠമാണ് യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇമാം ഗസാലി പറയുന്നുണ്ട്, ഒരു മുസ്ലിം ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുമ്പോൾ അത് കേവലം ജ്യോതിശാസ്ത്ര പഠനമല്ല, അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ ദർശനമാണ്. പ്രകൃതിയെ കേവലം ഉപഭോഗ വസ്തുവായി കാണുന്നത് ഈ ദർശനം നഷ്ടപ്പെടുത്തുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ താളങ്ങളോട്, പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമമായിരിക്കണം എപ്പോഴും ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ജൂൺ 5 എന്ന് പറയുന്നതോ ഒരു പ്രകൃതിയുടെ പരിസ്ഥിതി ദിനം ആചരിച്ചതുകൊണ്ടായില്ല. പരിസ്ഥിതിയെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ചവിട്ടി നിൽക്കുന്ന ഭൂമിയോടും മേലാപ്പായി നിൽക്കുന്ന ആകാശത്തോടും പാറിപ്പറക്കുന്ന പക്ഷികളോടും നക്ഷത്രങ്ങളോടും ജീവജാലങ്ങളോടും എല്ലാ സംവിധാനങ്ങളെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന, തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു ജീവിത കാഴ്ചപ്പാടാണ് ഇസ്ലാം പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുവാനും കൂടുതൽ അതിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. പടച്ച തമ്പുരാന്റെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ഉണ്ടാകട്ടെ.